വെൽക്കം ബാക്ക്. കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ 14th സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിർച്ചോഫ്സ് ലോസ് ആണ് സംസാരിച്ചിട്ടുള്ളത്. എന്തിനായിരുന്നു കിർച്ചോഫ്സ് ലോസ് ഉപയോഗിക്കുക? ടു അനലൈസ് കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിലെ കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെയാണ് കിർച്ചോഫ്സ് ലോസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ആരെയും ഉപയോഗിച്ചിരുന്നത്? ഓംസ് ലോ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഓംസ് ലോ നിലനിൽക്കെ ഇതാവശ്യം കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് ആകുമ്പോൾ ഓംസ് ലോ കൊണ്ട് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയില്ല. അപ്പോഴാണ് നമ്മൾ കിർച്ചോഫ് ലോ കൊണ്ടുവന്നത്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ. ഫസ്റ്റ് ലോൻ്റെ വേറെ പേരെന്താ? കിർച്ചോഫ്സ് കറണ്ട് ലോ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ. അത് എന്തിനെ ബേസ് ചെയ്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. സെക്കൻഡ് ലോ എന്തായിരുന്നു? സിഗ്മ ഈസ് ഈക്വൽ ടു സിഗ്മ IR. അതിൻ്റെ സൈൻ കൺവെൻഷൻ നിങ്ങൾക്കറിയാം. It is called Kirchhoff's second law. It is called loop rule. It is also called Kirchhoff's voltage law and is based on law of conservation of energy എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു പ്രോബ്ലം, നമുക്ക് അതിനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. നോക്കൂ, ഇതൊരു ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യനാണ്. കിർച്ചോഫ്സ് ലോ ഉപയോഗിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കി, എ ബാറ്ററി ഓഫ് 10 volt and negligible internal resistance is connected across the diagonally opposite corners of a cubical network consisting of 12 resistors, each of resistance 1 ohm. അപ്പോൾ നോക്കൂ, ക്യൂബിക്കൽ നെറ്റ്വർക്ക് നമ്മൾ കണ്ടു. ഡയഗണലി ഓപ്പോസിറ്റ് ആണ് 1A. അതിൻ്റെ നേരെ ബോഡി ഡയഗണൽ ആരാണ്? C'. അതിന് അക്രോസിൽ 10 volt സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പറഞ്ഞാൽ കറക്റ്റാണ്. പിന്നെ 12 റെസിസ്റ്റേഴ്സ് ഉണ്ടല്ലോ അല്ലേ? ഇവിടെ താഴെ നോക്കൂ, 4 എണ്ണം, മുകളിൽ 4 എണ്ണം, അവരെ കണക്ട് ചെയ്തുകൊണ്ട് 4 എണ്ണം. അപ്പോൾ 3 4 12. റെഡിയാണ്. ഡിറ്റർമിൻ ദ ഓരോന്നും 1 ohm എന്ന് പറഞ്ഞിട്ടുണ്ട്. നിൽക്കട്ടെ. ഡിറ്റർമിൻ ദ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ നെറ്റ്വർക്ക് ആൻഡ് കറണ്ട് അലോങ് ഈച്ച് എഡ്ജ് ഓഫ് ദ ക്യൂബ്. രണ്ട് കാര്യങ്ങൾ കാണണം. ഒന്നെന്താണ്? R equivalent കണ്ടെത്തണം. R equivalent ഈക്വൽ ടു വാട്ട്? R equivalent കണ്ടെത്തണം. ദെൻ ഓരോ ബ്രാഞ്ചിലൂടെയും പോകുന്ന കറണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ കിർച്ചോഫ് ലോ തന്നെ നമ്മൾ അൾട്ടിമേറ്റ്ലി യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് പാത്ത് സിമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. പാത്ത് സിമെട്രി. ഈ റെസിസ്റ്റേഴ്സ് ഒക്കെ ഐഡൻറ്റിക്കലാന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് നോക്കൂ, ഈ സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട് നോക്കൂ. ഞാൻ ഈ സെല്ലിൽ നിന്ന് വരുന്ന ഈ കറണ്ടിനെ ഞാൻ I എന്ന് വിളിക്കാൻ പോവാം, ക്യാപിറ്റൽ I. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന് മുമ്പിൽ 3 വഴികളുണ്ട്. 1 2 3. അപ്പോൾ ഈ കറണ്ട് എങ്ങനെയാണ് പോവുക? അത് നമ്മൾ ഏതിലൂടെയാണ് കൂടുതൽ പോവുക, ഏതിലൂടെയാണ് കുറവ് പോവുക? ഇത് കണ്ടെത്താനാണ് ഞാൻ പാത്ത് സിമെട്രി എന്ന് പറഞ്ഞത്. നോക്കി, ഈ ഡയഗ്രാം പാത്ത് സിമെട്രി ഉള്ള ഒരു ഡയഗ്രാം നമ്മൾ വരച്ചിട്ടുള്ളത്. എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത് പറയാം. I കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 3 വഴിയുണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കറണ്ട് ഇനി എന്താ ചെയ്യാറ്? എത്രയും ഷോർട്ടായിട്ടുള്ള വഴിയിലൂടെ പോയിട്ട് തിരിച്ച് സെല്ലിലേക്ക് കയറാനാണ് കറണ്ട് ശ്രമിക്കുക. ഏറ്റവും ഷോർട്ടായിട്ടുള്ള വഴിയിലൂടെയാണ് കൂടുതൽ ആൾക്കാർ പോവുക. അപ്പോൾ എന്താ സംഭവിക്കും നോക്കും, Aയിൽ നിന്ന് അപ്പോൾ C' എത്തണം ഓരോരുത്തർക്കും. അപ്പോൾ അതിനുള്ള വഴികൾ നോക്കാം. ഈ വഴി പോയാലോ 1 2 3. അപ്പോൾ 3 റെസിസ്റ്റർ കവർ ചെയ്യുന്നത് ഇവിടെ പോയാലും. ഇനി ഇതിലൂടെ തന്നെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഇതിലൂടെ ഒന്ന് നിൽക്കട്ടെ. ഇതിലൂടെ പോയി കണ്ട് ഇതിലൂടെ അപ്പോഴും 3 തന്നെ. ഓക്കെ, ഇനി ഇതിലൂടെ പോയാലോ 1 2 3 1 2 3. ഇതോ 1 2 3 1 2 3. എന്ന് വെച്ചാൽ എന്താ? എല്ലാ പാത്തിനും ഒരേ ഇമ്പോർട്ടൻസാണ്. എന്ന് വെച്ചാൽ ടോട്ടൽ കറണ്ട് 3 വഴികളിലൂടെയും തുല്യമായി വീതിച്ചു പോകുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതെത്ര ഉണ്ടാവുക? ഈ കറണ്ട് എത്ര? ദിസ് ഈസ് I/3. കണ്ടോ? ഇതെത്ര? ഇതും I/3. ദിസ് ഈസ് I/3. ഇതോ ദിസ് ഈസ് ആൾസോ I/3. അപ്പോൾ I/3 എന്തായി? ആവും. ഇനി നോക്കും, ഇതിൻ്റെ ഈ പാത്തിനെ നമ്മൾ വീണ്ടും ഫോളോ ചെയ്യാം. ഇതിനെ വീണ്ടും ഫോളോ ചെയ്ത് നമുക്ക് എന്താ കിട്ടാൻ നോക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ I/3 മുമ്പിൽ 2 വഴികളുണ്ട്. അപ്പോൾ I/3 നോക്കും, ഈ വഴിയിലൂടെ ഡെസ്റ്റിനേഷനിലേക്ക് അത് 1 2 1 2. കണ്ടോ? അപ്പോൾ 2 ഈക്വലാണ്. അപ്പോൾ ഈ I/3 പകുതി, ഹാഫ് ഇതിലൂടെ പോവും, അതർ ഹാഫ് ഇതിലൂടെയും പോവും. അപ്പോൾ ഇത് എത്ര വരിക? ദിസ് ഈസ് I/6. കാരണം I/3/2. അപ്പോൾ ഇതും എത്ര വരിക? ദിസ് ഈസ് I/6. മനസ്സിലായോ?
I/6. അതുപോലെ നമുക്ക് ഈ വഴിയിലൂടെ വന്നാൽ 1 2 1 2 അപ്പോൾ തുല്യമായിട്ട് പോകും. അപ്പോൾ ഇത് എത്രയാണ്? I/6. ഇതും എത്രയാണ്? ദിസ് ഈസ് ആൾസോ I/6. സിമിലർലി നോക്കൂ, ഇൻ ദിസ് വേ നോക്കൂ, ഇതിലൂടെ എത്തിക്കഴിഞ്ഞാൽ അത് എത്ര വരിക? I/6. എന്താ കാരണം? 1 2 1 2. അപ്പോൾ ഇത് എത്രയാണ്? ദിസ് ഈസ് ആൾസോ I/6. ഇനി എന്താ സംഭവിക്കുക നോക്കുക. ഇനി നമുക്ക് വീണ്ടും നമുക്ക് ചെക്ക് ചെയ്യാം എന്ത് സംഭവിക്കുന്നു. നോക്കൂ, ഇവിടെ നിന്നുള്ള I/3 ഒന്ന്, ഇവിടെ നിന്നുള്ള I/3 ഒന്ന് കേട്ടോ. I/6 I/6ഉം ഇതിലൂടെയുള്ള I/6ഉം അവിടെ എത്തുമ്പോൾ വീണ്ടും എന്തായി? I/3 I/6 പ്ലസ് I/6 I/3. ഇവിടെ നിന്നുള്ള I/6 ഇവിടെ നിന്നുള്ള I/6 ഇതാരാണ്? എഗെയിൻ I/3. മനസ്സിലായോ? നോക്കൂ, ഇവിടുന്ന് ഇവിടുന്ന് I/6 ഈ താഴ്ന്നതിലൂടെ I/6. അപ്പോൾ ഇതാരാ? I/3. അപ്പോൾ I/3 എല്ലാം കൂടെ ഇവിടെ എത്തുമ്പോൾ ആര്യനായി വീണ്ടും പഴയ IN ആയിട്ട് അത് തിരിച്ച് സെല്ലിലേക്ക് കയറിപ്പോയി. അപ്പോൾ പാത്ത് സിമെട്രി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അവിടെ പാത്ത് സിമെട്രി അപ്ലൈ ചെയ്ത് ഞാൻ ഇവിടെ കറണ്ടിൻ്റെ ഡിവിഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി നമുക്ക് ഇതിലെ സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ, എന്ത്? നെറ്റ്വർക്ക് കറണ്ട് അലോങ് ഈച്ച് എഡ്ജ്. ഈ ഈച്ച് എഡ്ജ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ശരിക്ക് പിന്നെ മൊത്തം കറണ്ട് കണ്ടെത്തി കഴിഞ്ഞാൽ I/3 I/6 ഇങ്ങനെ കണ്ടെത്തിയാൽ മതി. വളരെ എളുപ്പമാണ്. പക്ഷെ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് പിന്നെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടെത്തണം. ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടെത്തലാണ് നമ്മുടെ പരിപാടി. മനസ്സിലായോ? അതുകൊണ്ട് നോക്കും, ഞാൻ ഈ ഡയഗ്രത്തിനൊന്ന് സിംപിളി ഇവിടെ റീഡ്രോ ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ. ഞാൻ അതേ ഡയഗ്രത്തിന് ഞാൻ ഇവിടെ വേറെ വരയ്ക്കുന്നത് നിങ്ങളൊന്ന് നോക്കുക. ഇത് ആണ് നമുക്ക് കണ്ടെത്താനുള്ള R ഈക്വലൻ്റ്, അതായത് ഫൈനൽ ആൻസർ. ഫൈനൽ ആൻസർ പറഞ്ഞാൽ എക്കും C' അക്രോസിലുള്ള ഈ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ഇതിൻ്റെ മൊത്തം ഇതിനെ റീപ്ലേസ് ചെയ്ത് ഞാൻ ഇവിടെ ഒറ്റ സാധനമാക്കി മാറ്റി ഇവിടെ. പിന്നെ ഇവിടെ ഞാൻ ആരല്ലോ നോക്കും, ഇവിടെ ആകെ ഉള്ളതാരാ? സെല്ല്. ദെൻ വേറെ ആരുമില്ല, കഴിഞ്ഞു. ഈ സെല്ലാണ് നമ്മുടെ EMF. ഇത് 10 വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ R ഈക്വലൻ്റ് ഇവിടുന്ന് I കറണ്ടാണ് പോകുന്നത്. മൊത്തം ഈക്വലൻ്റ് റെസിസ്റ്റൻസിലൂടെ അതേ I കറണ്ട് പോയി തിരിച്ചെത്തി. അപ്പോൾ ഈ മൊത്തം കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് നമുക്ക് ഈ രൂപത്തിൽ എന്ത് ചെയ്യാം? ഇതിനെ റീഡ്രോ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ എഡ്ജ് ഉണ്ടല്ലോ, അതായത് ലൂപ്പ്, ഞാൻ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യാൻ പോകണം. കൺസിഡർ ദ ലൂപ്പ് A, B, C, C', E എന്ന് പറഞ്ഞാൽ ഇയാളാണ് ഉദ്ദേശിച്ചത്. നമുക്ക് A, B, C, C' ഇതിലൂടെ വന്ന് E, വീണ്ടും A. ലൂപ്പ് ഏതാ മനസ്സിലായല്ലോ? ഈ ലൂപ്പ് എടുക്കുക കേട്ടോ. ദിസ് ഈസ് ദ ലൂപ്പ്. ഇതിൽ ഞാൻ കിർച്ചോഫ്സ് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാൻ പോകണം. വളരെ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ, ആരും പേടിക്കണ്ട. ഡയഗ്രാം ഒക്കെ കണ്ട് പേടിക്കൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ കഴിയും. ഞാനിതാ ഇവിടുന്ന് കിർച്ചോഫ്സ് സെക്കൻഡ് ലോ കേട്ടോ. അപ്പോൾ കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ നിങ്ങൾക്ക് നല്ല ധാരണ വേണം, അതിൻ്റെ സൈൻ കൺവെൻഷൻ ധാരണ വേണം. നോക്കൂ, ഞാൻ എയിൽ നിന്ന് തുടങ്ങുകയാണ്. എയിൽ നിന്ന് ഇവിടെ 1 സെക്കൻഡ് നോക്കൂ, ഇവിടെ ഞാൻ പോകുന്നത് ഈ രൂപത്തിലാണ് ഇരിക്കുക. അതായത് ക്ലോക്ക് വൈസ് തന്നെ. ക്ലോക്ക് വൈസ് ഞാൻ പോകുന്ന ഡിറക്ഷനാണ് ഈ കാണിച്ചത് കേട്ടോ. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചത്. അതായത് എയിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഈ മെത്തേഡാണ് പോകുന്നത്. ഇതാണല്ലോ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ എന്ന് പറഞ്ഞത്. ക്ലോക്ക് വൈസ് എയിൽ നിന്ന് ഞാൻ തുടങ്ങാൻ പോവാണ്. എയിൽ നിന്ന് തുടങ്ങിയാൽ ആദ്യം സെല്ലിനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയും സെല്ലില്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. അങ്ങനെ വന്നാൽ ഇവിടെ കേട്ടോ അവസാനം എത്തിപ്പെടണം കേട്ടോ പോസിറ്റീവിലേക്ക് അല്ലേ, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക്. അപ്പോൾ എന്താ എടുക്കേണ്ടത്? പോസിറ്റീവ്. അപ്പോൾ ഞാൻ അതിനെ E എന്ന് എടുത്തു കേട്ടോ. ഞാൻ E എന്നുള്ള സിമ്പിളാണ് കൊടുക്കുന്നത്, കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഓക്കെ, ഇനി 10 വോൾട്ടാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. 10 വോൾട്ടാണെന്നുള്ളതൊക്കെ എനിക്കറിയാം. ഞാൻ 10 അവിടെ നിൽക്കും. അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി ചെയ്യാൻ പോട്ടോ. ഈ റെസിസ്റ്ററൊക്കെ 1 ohm എന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിനൊരു കാരണമുണ്ട്, ഒരു ജനറൽ ഇക്വേഷൻ കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ റെസിസ്റ്ററിൻ്റെയും വാല്യൂ സ്മോൾ ലെറ്റർ R ആണെന്ന് വിചാരിക്കുക. ഓരോ റെസിസ്റ്ററിൻ്റെയും വാല്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ R തന്നെ ആയിക്കോട്ടെ. ഓരോ റെസിസ്റ്ററിൻ്റെയും വാല്യൂ എത്ര? ക്യാപിറ്റൽ R. ഇവിടെ അത് 1 ohm ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഒരു ജനറൽ ഇക്വേഷൻ ഫോം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ റെസിസ്റ്ററിൻ്റെയും വാല്യൂ ക്യാപിറ്റൽ R എന്ന് എടുക്കണം. മാറരുതേ.
അപ്പോൾ ഈ ഈക്വൽ ടു ഇനി എന്താ വേണ്ടത് നോക്കൂ, സിഗ്മ IRകളല്ലേ. അപ്പോൾ ഇതിലൂടെ അങ്ങനെ പോയാൽ കറണ്ടിൻ്റെ അതേ ഡിറക്ഷനിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ I/3 കമോൺ I/3 ഇൻറ്റു R ഓരോന്ന് R എന്ന് പറഞ്ഞല്ലേ. പിന്നെ ഇവിടെ അടുത്തത് പ്ലസ് I/6 R, അടുത്തത് I/3 R, I/3 R. ഇനിയില്ലല്ലോ, ഇല്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ആറിനെ നമ്മൾ IRനെ പുറത്തേക്ക് എടുക്കുക, IR. ഈ ഡയഗ്രാം അവിടെ നിൽക്കട്ടെ കേട്ടോ, അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. IRനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെ ഉള്ളത്, 1/3 1/6 അഗെയിൻ 1/3. ദാറ്റ് ഈസ് ഈക്വൽ ടു IR ഇൻറ്റു 6 LCM എടുത്തു. അപ്പോൾ 2 + 1 + 2 റെഡി അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 5/6. അപ്പോൾ 5/6 IR എന്ന് എനിക്ക് ഇവിടെ കിട്ടി. 5/6 IR. ഓക്കെ, 5/6 IR. അല്ലെങ്കിൽ ഇതിനെ ഒന്നും കൂടെ സ്റ്റൈലാക്കി എഴുതിയാൽ ഈക്വൽ ടു I ഇൻറ്റു 5/6 R എന്ന് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ഇതെന്താ അത്ര സ്റ്റൈലാവുന്നത് ഞാൻ പറയാം. 5/6 R ഇക്വേഷൻ നമ്പർ 1 അവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്തത്. ഇനി ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് അല്ലേ ഇത്. ഓക്കെ, ഈ ഇക്വലൻറ്റ് സർക്യൂട്ടിൽ ഇതിൽ ആകെയുള്ള റെസിസ്റ്റൻസ് എത്ര, R ഇക്വലൻറ്റ്. ദെൻ ഇതിലെ ടോട്ടൽ കറണ്ട് എത്ര, I തന്നെയാണിത്. അപ്പോൾ ഈ നെറ്റ്വർക്കിനെല്ലാം കൂടെ ഞാൻ അങ്ങനെ ആക്കി മാറ്റിയെന്നുള്ളൂ. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് നോക്കുക, ഇത് 10 വോൾട്ട് അവിടെ കിടന്ന് എഗെയിൻ നമ്മൾ ഇവിടുത്തെ ടോട്ടൽ EMFൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവാം. തിയറിറ്റിക്കലി ഇതിൻ്റെ തിയറിറ്റിക്കൽ വാല്യൂ എഴുതാൻ പോവാണ് ഞാൻ. അപ്പോൾ ഈസ് ഈക്വൽ എന്താ എഴുതുക, I ഇൻറ്റു R ഇക്വലൻറ്റ്, I ഇൻറ്റു R ഇക്വലൻറ്റ്. കാരണം V = IR അതന്നെ അപ്ലൈ, ഓംസിലാണ് ഈ അപ്ലൈ ചെയ്ത്, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, നമ്മുടെ ആൻസറായി. നിങ്ങൾ കണ്ടോ ആൻസർ നോക്കൂ. ഇത് രണ്ടും ഒരേ സർക്യൂട്ടിൽ ഉണ്ടാക്കിയ ഇക്വേഷൻസ് ആണ്. ഈ രണ്ട് ഇക്വേഷൻ നോക്കൂ, ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഈസ് ഈക്വൽ ടു അപ്പോൾ LHS രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ RHS മസ്റ്റ് ബി ഈക്വൽ. RHS എന്താ, I ഇൻറ്റു R ഇക്വലൻറ്റ്. ഇവിടെ എന്താ, I ഇൻറ്റു 5/6 R. ഇവിടെ I എന്ന് പറഞ്ഞാൽ എന്താ, സെല്ലിൽ നിന്ന് വരുന്ന മെയിൻ കറണ്ട്. ഇവിടെയും സെല്ലിൽ നിന്ന് മെയിൻ കറണ്ട് I തന്നെയല്ലേ. അപ്പോൾ I ക്യാൻസൽ ചെയ്ത് പിന്നെ R ഇക്വലൻ്റ് ആരാ, R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 5/6 R. നോക്കൂ, R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 5/6 R എന്ന് നിങ്ങൾക്ക് കിട്ടും. R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 5/6 R. R ഇക്വലൻ്റ് ഈക്വൽ ടു 5/6 R. മനസ്സിലായോ? ഇനി ഈ കേസിൽ നമ്മുടെ R ആരാ, R ഈസ് ഈക്വൽ ടു 1 അല്ലേ. R ഈസ് ഈക്വൽ ടു 1 ഓം ആണ്. Therefore നമുക്ക് ഇവിടെ എന്തെഴുതാം, R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 5/6 ഓം നിങ്ങൾക്ക് എഴുതാം. ഞാൻ എന്തിനാണ് ഇങ്ങനെ എഴുതിയത്, ഇത് നിങ്ങൾക്ക് എൻട്രൻസിനൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 1 ഓം തന്നെ ആയിക്കോളണമെന്നില്ല ക്വസ്റ്റനിൽ തന്നെ. ക്വസ്റ്റനിൽ ചിലപ്പോൾ ഇവിടെ 0.5 ഓം ആയിരിക്കാം, അല്ലെങ്കിൽ ഓരോ റെസിസ്റ്ററും 2 ഓം എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവുക. അത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടെക്നിക്ക് തന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ 5/6 ഇൻറ്റു R, ഇവിടെ R 1 ആയതുകൊണ്ട് 5/6 ഓം ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അത്രയും പോയിന്റ് റെഡി അല്ലേ? ഓരോ ബ്രാഞ്ചിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ടും കൂടെ നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് കറണ്ടിലേക്ക് നീങ്ങാം. ഓക്കെ, നോക്കൂ, ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് R ഇക്വലൻ്റ് 5/6 ഓം എന്ന് കിട്ടിയത്. EMF 10 വോൾട്ട് എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ നെറ്റ്വർക്കിലൂടെയുള്ള കറണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ആകെ ഇവിടെ 3 കാര്യങ്ങളല്ലേ ഉള്ളൂ. ഒന്ന് I തന്നെ, പിന്നെ I നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. I കിട്ടിയില്ല. I കിട്ടിക്കഴിഞ്ഞാൽ I/3 I/6 ഇങ്ങനെ 3 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ. I കിട്ടണം, ദെൻ പിന്നുള്ളത് I/3 ആണ്, പിന്നുള്ളത് I/6 ആണ്. ഇത് 3 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആൻസറായി. അപ്പോൾ നമുക്ക് ആദ്യം I കണ്ടെത്താം. അപ്പോൾ I ഈസ് ഈക്വൽ ടു എന്താണ്, ടോട്ടൽ EMF ഡിവൈഡഡ് ബൈ R ഇക്വലൻ്റ്. That is equal to 10 divided by 5/6. 10/5 എത്ര, 2 into 6 12 ആംപിയർ എന്ന് നമുക്കത് ആൻസർ കിട്ടി. I കിട്ടി. ഇനി ഓരോ ബ്രാഞ്ചിലൂടെ ഉള്ള, അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് അത് നോട്ട് ചെയ്യണം. കാരണം ABയിലൂടെയുള്ള കറണ്ട് AB, അതുപോലെ AD, ദെൻ AA', ഇതിലൂടെ ഒക്കെ ഉള്ള കറണ്ട് എന്താണ്, I/3 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും I/3 എത്ര ഉണ്ടാവുക, 12 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആംപിയർ. റെഡി? അപ്പോൾ ഞാൻ ഈ ഓരോ ബ്രാഞ്ച് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കണം, ഞാനത് ചെയ്യണില്ല. ഇനി therefore I/6 കൂടി അതേപോലെ. അപ്പോൾ 12 ഉണ്ട്, 12 ഡിവൈഡ് ബൈ 6 അത് എത്ര, 2 ആംപിയർ.
അപ്പോൾ അത് I/6 ഏതൊക്കെയാണ്? BC-യിലൂടെ, ദെൻ B-B' I/3 വീണ്ടും ഉണ്ട് കേട്ടോ. I/3 ഇവിടെ 3 വേറെ ഉണ്ട്. D-C', B', C'. അപ്പോൾ അതിലൂടെ ഒക്കെ I/3 തന്നെയാണുള്ളത്. മനസ്സിലായല്ലോ? നിങ്ങൾ എഴുതുമ്പോൾ ഫുള്ളായിട്ട് എഴുതണം കേട്ടോ. ഓരോ ബ്രാഞ്ചിലൂടെയും ഏതാണെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ചെയ്യാം. ഇനി നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാൻ പോവാണ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കിർച്ചോഫ് ലോൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് സാധനമല്ല. റെസിസ്റ്റേഴ്സിൻ്റെ ഈ രൂപത്തിലുള്ള റെസിസ്റ്റേഴ്സിൻ്റെ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേര് അറേഞ്ച്മെൻറ്റ്. ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് 4 റെസിസ്റ്റേഴ്സ് ഓഫ് ദ ഫോം ഗിവൺ ഇൻ ഫിഗർ. ഫിഗറിൽ നിങ്ങൾ കാണുന്ന പോലെ റെസിസ്റ്റേഴ്സിൻ്റെ ഈ അറേഞ്ച്മെൻറ്റിനാണ് വിളിക്കുന്നത് എന്ത്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് നമ്മൾ വിളിക്കുന്നത്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കണ്ടാൽ അറിയാം ഉണ്ടാവും. ഇതൊരു പ്രത്യേക ഫോമിലല്ലേ ഇവിടെ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ക്രോസിൽ BDക്ക് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ആസ് ഗിവൺ ഇൻ ഫിഗർ ഈസ് കോൾഡ് എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. എന്താ അതിൻ്റെ പ്രത്യേകത അറിയാം? ഈ രൂപത്തിൽ നമ്മൾ ബ്രിഡ്ജ് മീൻസിൻ്റെ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഈ R1, R2, R3, R4 ഏതെങ്കിലും ഒരാളുടെ വാല്യൂ മാത്രമാണ് നമുക്ക് അറിയാത്തതെങ്കിൽ ബാക്കി 3 ഉപയോഗിച്ചുകൊണ്ട് 4ാമത്തതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതാണ് ഇതിൻ്റെ യൂസ്. ഇതിൻ്റെ യൂസ് എന്താണ്? ഇതിലേതെങ്കിലും ഒരാൾ നമുക്ക് അൺനോൺ ആണെങ്കിൽ ഈ ബാക്കി 3 വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് 4ാമത്തതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ് എന്ന് നമ്മൾ പറയും. എപ്പോൾ ബാലൻസ്ഡ്? ദ ബ്രിഡ്ജ് ഈസ് സെഡ് ടു ബി ബാലൻസ്ഡ്. എപ്പോൾ എന്നറിയാം? ബൈ അഡ്ജസ്റ്റിംഗ് ദ വാല്യൂസ് ഓഫ് ദീസ് റെസിസ്റ്റേഴ്സ്. അതിൻ്റെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇറ്റ് ക്യാൻ ബി മെയ്ഡ് പോസിബിൾ ദാറ്റ് ഗാൽവനോമീറ്റർ ഷോസ് നോ ഡിഫ്ലക്ഷൻ. ഗാൽവനോമീറ്റർ എപ്പോഴാണ് ഡിഫ്ലക്ഷൻ കാണിക്കുക? അതിലൂടെ ചെറിയ കറണ്ട് പാസ് ചെയ്താൽ ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പോൾ ഡിഫ്ലക്ഷൻ കാണിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യണില്ല എന്ന് വെച്ചാൽ എക്രോസ് BD-യിലൂടെ കറണ്ട് പാസ് ചെയ്യണില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയാം? കറണ്ട് എപ്പോഴാണ് ഉണ്ടാവുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിലൂടെ കറണ്ട് പോണില്ല എന്നതിൻ്റെ അർത്ഥം എന്താ? എക്രോസ് BD പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് 0 എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽസ് അറ്റ് B ആൻഡ് D ആർ ഈക്വൽ. Then the bridge is said to be balanced. When the bridge is balanced, galvanometer shows no deflection. That means potential difference across BD is 0. ഈ ഡയഗ്രത്തിൽ BDക്ക് അക്രോസിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും. മനസ്സിലായോ? നമ്മുടെ പണി എന്താ പറയുക ഇവിടെ? നമ്മുടെ പണി ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് അല്ലെങ്കിൽ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവാനുള്ള കണ്ടീഷൻ ഡിറൈവ് ചെയ്യലാണ് നമ്മുടെ പരിപാടി. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവാനുള്ള കണ്ടീഷൻ ഡിറൈവ് ചെയ്യുക. അപ്പം ഞാനൊരു കാര്യം ഇവിടെ കൊടുക്കാം. ഇത് ഗാൽവനോമീറ്റർ ആണ്. ഗാൽവനോമീറ്ററിന് ഒരു റെസിസ്റ്റൻസും കൂടി ഉണ്ട്. അപ്പോൾ G ഇറ്റ്സെൽഫ് റെപ്രസെൻറ്റ്സ് ഗാൽവനോമീറ്റർ. ആൾസോ ക്യാപിറ്റൽ G എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസും കൂടിയാണ്. റെസിസ്റ്റൻസ് ഓഫ് ഗാൽവനോമീറ്റർ. ഓക്കെ, യെസ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ, കിർച്ചോഫ് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ നോക്കൂ, ഇവിടെ ABDA ആ ലൂപ്പ് എടുത്തു. ലൂപ്പ് ABDA മനസ്സിലായല്ലോ? ഏതാ ലൂപ്പ്? ABDA. അതിൽ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യുക. സെക്കൻഡ് റൂള് തുടങ്ങട്ടെ. ഇതിൽ നോക്കൂ, EMF സോഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പം ഞാൻ IRകൾ ആദ്യം എഴുതാൻ പോവാം. കമോൺ, ഇതാ ഞാൻ ഇവിടെ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് ഇതും ഏതാണ്? ഞാൻ ക്ലോക്ക് വൈസിലാണ് മാർക്ക് ചെയ്ത്. ഞാൻ ബൈ ചാൻസിൽ ഇവിടെ ഒക്കെ ക്ലോക്ക് വൈസാണ് മാർക്ക് ചെയ്ത് കേട്ടോ. ഈ ആൻറ്റി ക്ലോക്ക് വൈസ് പറ്റില്ല എന്നില്ലേ? ഇനി ഇവിടെ ക്ലോക്ക് വൈസ് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ ലൂപ്പിൽ നോക്കൂ നിങ്ങൾ, ഇവിടുത്തെ ആദ്യം കൊടുക്കൽ എന്താ? I1 R1 എന്താ സാധനം? അതേ ഡിറക്ഷനിൽ തന്നെ അല്ലേ? പോസിറ്റീവ് തന്നെ. അതിലൂടെ ഇങ്ങനെ പോയി ഞങ്ങൾ താഴോട്ട് ഇങ്ങനെ വരിക. താഴോട്ട് വരുമ്പോൾ ഈ ഗാൽവനോമീറ്ററിലൂടെ പോണ കറണ്ടിനെ IG എന്ന് പേരിട്ടുണ്ട്. ഇൻറ്റു ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്. അപ്പോൾ അതും പോസിറ്റീവ് IgG. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് ഇതിൽ കൂടെ വരുമ്പോൾ ഇത് ഓപ്പോസിറ്റാണ്. അപ്പോൾ -I2 R2 ഈക്വൽ ടു ടോട്ടൽ EMF. അതെത്ര? 0. ഈക്വൽ ടു ടോട്ടൽ EMF അത് 0. മനസ്സിലായോ? ടോട്ടൽ EMF 0. അറിയോ? ഓക്കെ,
യെസ്. അപ്പോൾ നോക്കി നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനായി. അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ തൽക്കാലം കൊടുക്കാം. ഇനി രണ്ടാമത്തെ നോക്കൂ. ഫോർ ലൂപ്പ് BCDB ഈ ലൂപ്പ് എടുത്തു. ആ ബിയിൽ നിന്ന് തുടങ്ങാം. നോക്കൂ, I1 കറണ്ട് ഇങ്ങനെ ഇവിടെ എത്തി. അതിൽ ഒരു പാർട്ട് IG ഇതിൽ കൂടെ പോയി, പിന്നെ കഴിച്ചു ബാക്കി ഇതിൽ എത്ര ഉണ്ടാവുക? I1 മൈനസ് IG. ഇനി IG ഇതിൽ കൂടി വന്ന് I2 ഇതിൽ കൂടി വന്ന്, അപ്പോൾ ഇത് എത്ര? I2 പ്ലസ് IG. ഇങ്ങോട്ട് ഇവിടെ എത്തി കഴിഞ്ഞാൽ രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ I2 പ്ലസ് IG പ്ലസ് I1 മൈനസ് IG. അപ്പോൾ IG ക്യാൻസൽ ചെയ്തത് ഏതാ? I1 പ്ലസ് I2 പറഞ്ഞാൽ I അല്ലേ? ജംഗ്ഷൻ റൂൾ. ഇവിടെ I1 I2. ഇൻകമ്മിങ് കറണ്ട് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. സെല്ലിൽ നിന്ന് പുറത്തു പോയി അതേ കറണ്ടിൻ്റെ ഉള്ളിൽ കയറണ്ടേ? ഓക്കെ. അപ്പോൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ നോക്കൂ, R3യിലൂടെ കറണ്ട് ഇങ്ങോട്ടാണ്, അതേ ഡിറക്ഷനിൽ തന്നെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് വി ക്യാൻ റൈറ്റ് I1 മൈനസ് IG ഇൻറ്റു R3 ഇങ്ങനെ വന്ന് ഇതിലൂടെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാകുമ്പോൾ മൈനസ് I2 പ്ലസ് IG ഇൻറ്റു R4 ഓപ്പോസിറ്റ് ആയതുകൊണ്ട്. പിന്നെ ഇതും ഓപ്പോസിറ്റാണ്. മൈനസ് IG ഈക്വൽ ടു EMF സോഴ്സ് ഇല്ല. EMF ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് 0. ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മുടെ പുതിയ കണ്ടീഷൻ കൊടുക്കാൻ പോവാം. എന്താണത്? ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവാൻ. നോക്കൂ, വെൻ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ് ആവുമ്പോൾ എന്താ സംഭവിക്കുക? ദെൻ IG ഈക്വൽ ടു എന്താവും? 0 ആവും. IG 0 ആയാൽ ഇക്വേഷൻ നമ്പർ 1 നോക്കൂ, ഇയാൾ IG 0 ആയി. അപ്പോൾ IG എന്താ? 0. IG 0 ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നൗ ഇക്വേഷൻ 1 ഇംപ്ലൈസ് I1 R1. ഈ ടേം പോയി. IG 0 ആയി. പിന്നെ മൈനസ് I2 R2 ഈക്വൽ ടു 0. അപ്പോൾ ഇതിനപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ ഈക്വൽ ടു I2 R2. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ. നൗ ഇക്വേഷൻ 2 ഇംപ്ലൈസ്. നോക്കൂ, IG പോയില്ലേ? IG പോയി. അപ്പോൾ ഇതിനെന്ത് എഴുതുക? I1 R3 ആണല്ലോ. I1 R3 ഈ ടേം പോയി. ദെൻ IG പോയി. അപ്പോൾ ഇതാരാ? മൈനസ് I2 R4. പിന്നെ ഇതും ഓൾറെഡി IG പോയി. അപ്പോൾ മൈനസ് I2 R4 അപ്പുറത്ത് കൊണ്ടുപോകുക. I2 R4 ഇക്വേഷൻ നമ്പർ 4. മനസ്സിലായോ? ഈ 3ഉം 4ഉം കൂടെ അത് ബാലൻസ്ഡ് കണ്ടീഷനായി കൊടുത്ത് 3ഉം 4ഉം ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 4 കൊടുക്കുക. അപ്പോൾ I1 ക്യാൻസൽ ചെയ്ത്, അപ്പോൾ R1 ഡിവൈഡഡ് ബൈ R3 ദാറ്റ് ഈസ് ഈക്വൽ ടു I2 ക്യാൻസൽ ചെയ്ത് R2 ഡിവൈഡഡ് ബൈ R4 മനസ്സിലായല്ലോ? ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ എ ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ബ്രിഡ്ജ് ബാലൻസ് ആവുള്ള കണ്ടീഷനാണ് R1 ബൈ R3. അത് ഇതിന് R2നാണ് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ R1 ബൈ R2 ഈക്വൽ ടു, അപ്പോൾ R3 അങ്ങോട്ട് പോകും. R3 ഡിവൈഡഡ് ബൈ R4. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ എ ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനുള്ള കണ്ടീഷനാണ് ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തത്. അപ്പോൾ നിങ്ങളിത് പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇത് മാത്രമല്ല, നോക്കൂ, R1 ബൈ R2 പറഞ്ഞാൽ R1 ബൈ R2 ഈക്വൽ ടു R3 ബൈ R4. ഒന്നുമില്ല ഇങ്ങനെ. അല്ലെങ്കിൽ R1 ബൈ R3 ഈക്വൽ ടു R2 ബൈ R4. ഉണ്ടോ? ഡയഗണലി പറഞ്ഞാൽ മതി. R1 ബൈ ഇതേ ബൈ ഇത് ഈക്വൽ ടു ഇതേ ബൈ ഇത്, അല്ലെങ്കിൽ ഇതേ ബൈ ഇത് ഈക്വൽ ടു ദിസ് ബൈ ദിസ്. മനസ്സിലായോ? ക്രോസിങ്ങിൽ പറയാതിരുന്നാൽ മതി. അങ്ങനെ വന്നാൽ അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കി, ഇത് 10, ഇത് 5. അപ്പോൾ 10/5 എത്ര? 2. ഇത് 8, ഇത് 4. അപ്പോൾ 8/4 എത്ര? 2. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നോ കറണ്ട് പാസസ് ത്രൂ ദ ഗാൽവനോമീറ്റർ. അപ്പോൾ ദെൻ ദ ബ്രിഡ്ജ് ഈസ് സെറ്റ് ടു ബി ബാലൻസ്ഡ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഗാൽവനോമീറ്റർ അല്ല തന്നത്, ഇവിടെ വേറൊരു 10 ohm റെസിസ്റ്റൻസ് ഇവിടെ വേറെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 20 ohm റെസിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് കാണാൻ പറഞ്ഞത്, നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? ഞാൻ വാല്യൂ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ വാല്യൂ തന്നെ എഴുതി വെക്കാം. ഇവിടെ 10 ohm, ഇത് 5 ohm നിങ്ങൾക്ക് തന്നു, ഇത് 8 ohm,
ഇത് 4 ഓം. ഇങ്ങനെയാണ് തന്നത്. ഇവിടെ ഗാൽവനോമീറ്റർ അല്ല, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ തന്നത് 20 ഓം. ഇവിടെ 20 ഓം. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ നെറ്റ്വർക്ക് എന്നാണ് തന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം പോയി കണ്ടതെല്ലാം കൂടെ നെറ്റ്വർക്ക് സോൾവ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് കണ്ട വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്, ഇത് ബാലൻസ്ഡ് ആണോ ചെക്ക് ചെയ്യുക. അപ്പോൾ 10/5 2, 8/4 2. ബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ് ആണ്. ഇതിൽ കൂടെ എന്ത് പോകില്ല, കറണ്ട് പോകില്ല. ഇതിൽ കൂടെ കറണ്ട് പോകില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള റെസിസ്റ്ററിനെ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം. ഇവിടെ റെസിസ്റ്റർ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരുപോലെയാണ്. എന്ന് വെച്ചാൽ ഇതിനെ റീഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പാർട്ട് കാണിക്കേണ്ടതേ ഇല്ല. ഇവിടെ 10 ഓമും ഈ 8 ഓമും സീരീസിൽ, ഇവിടെ 5 ഓമും 4 ഓമും സീരീസിൽ, അവർ തമ്മിൽ പാരലൽ. ഇത്രേ ഉള്ളൂ. റെഡി? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. എപ്പോഴും വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഇതേ രൂപമാണ് നിങ്ങൾ പ്രതീക്ഷ അങ്ങനെ നിൽക്കരുത്. ഇതേ രൂപത്തിലേക്ക് ആക്കി കൊണ്ടുവരണം. അപ്പോൾ നോക്കൂ, ഇതാരാ? ഇത് നേരത്തെ നിങ്ങൾ കണ്ട അതേ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് തന്നെയാണ് ഇതും. എങ്ങനെയാണ് ഇത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ് നമുക്ക് കാണിക്കാം. നേരത്തെ അതേ ഫോമിലേക്ക് ഞാൻ അതിന് മാറ്റാം കേട്ടോ. ഇത് എ. അപ്പോൾ എയിൽ നിന്ന് ഇവിടെ 2 ബ്രാഞ്ച് കൊണ്ട്, ഒന്ന് R1 ഒന്ന് R2. അപ്പോൾ R1നെ ഞാൻ ഇവിടെ കാണിക്കാൻ പോവാണ്. നിങ്ങൾ ഡയഗ്രം നോക്കുക. അതേ R1നെ നോക്കൂ, ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കണ്ടോ, ഇത് R1. പിന്നെ നോക്കൂ, ഒരു R2 ഉണ്ട്. ആ R2നെ അല്ലേ, ഇതൊക്കെ എയിൽ നിന്നാണ്. ഇതൊക്കെ വയറല്ലേ, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇത് R2. എന്നിട്ട് ഈ R1ൻ്റെ ഒരു എൻഡ് എന്താ, ഇതാ ആ ഒരു എൻഡിന് അവിടെ പേരിട്ടുണ്ട് B. ഇവിടുത്തെ ഈ എൻഡിന് R2ൻ്റെ ഈ എൻഡിന് പേര് D എന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ബിക്കും ഡിക്കും ഇടയിലാരാ, ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടാവും. ഇനി ബിയിൽ നിന്ന് ഒരു സി പോകുന്നുണ്ട്. ആ സീൻ്റെ ഇടയിൽ ഒരു R3. അപ്പോൾ ബിയിൽ നിന്ന് ഇത് സി, ഇത് R3. അതേ ഡിയിൽ നിന്ന് അതേ സിയിലേക്ക് ഒരു R4. ഇതാ ഡിയിൽ നിന്ന് അതേ സിയിലേക്ക് R4 ആണോ. ദിസ് ഈസ് R4. ഇനി സിന്ന് പുറത്തേക്ക് സിക്കും എക്കും എക്രോസിൽ സെല്ല്. ദ സി ഇതാണ്, എ ഇതാണ്. അവർക്ക് എക്രോസിൽ സെല്ല്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇതാരാണ്? അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിനെങ്ങനെ നോക്കി ശരിക്കും എന്താ ഇതെന്നത്, ഈ ബിയിലും ഡിയിലും പിടിച്ചിട്ട് ഒന്നുകൊണ്ട് വലിച്ചു നോക്ക് പുറത്തേക്ക്. ബിയിലും ഡിയിലും പിടിച്ചിട്ടൊന്ന് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ഇത് ഇതെന്താ, ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താ, അത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നോക്കൂ, ഇവിടെ ബിക്കും ഡിക്കും ഇടയിൽ വേറൊരു റെസിസ്റ്റർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം നമുക്ക് ഇവിടെ നിന്നാണ് ചെയ്യുക. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. ലേറ്റസ്റ്റ് ഒരു പ്രോബ്ലം. നിങ്ങൾ ഈ R1ൻ്റെ വാല്യൂ തരാട്ടെ. ഞാൻ R1ന് ഞാൻ കൊടുക്കുന്നു 2, R2ന് ഞാൻ കൊടുക്കുന്നു 4, R3ക്ക് ഞാൻ 4, ഇവിടെ R4 = 8 ഓം. അത്രയും വാല്യൂ കൊടുക്കുന്നു. 4 ഓം 8 ഓം. പുറമെ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ്, ഗാൽവനോമീറ്ററിൻ്റെ ആയിക്കോട്ടെ, ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 10 ഓം. ആൻഡ് യു ആർ സപ്പോസ് ടു കാൽക്കുലേറ്റ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ നെറ്റ്വർക്ക്. ഇതിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മനസ്സിലായോ? നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഐഡൻറ്റിഫൈ ചെയ്തു, ഇതെന്താണ്, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണെന്ന് മനസ്സിലായി. ഇത് ഗാൽവനോമീറ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതിന് 10 ഓം. ഇനി ചിലപ്പോൾ ഗാൽവനോമീറ്റർ ആവില്ല, ഇവിടെ ഒരു വെറും റെസിസ്റ്റൻസ് മാത്രം കണക്ട് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് അതിന് 10 ഓം കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. ഇനി ബാലൻസ്ഡ് ആണോ അല്ലേന്ന് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് R1/R1 ഡിവൈഡഡ് ബൈ R2 കാൽക്കുലേറ്റ് ചെയ്യുക. എത്ര ഇവിടെ കിട്ടുക, 2/4 ഈക്വൽ എത്ര, 1/2. നൗ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, R3 ഡിവൈഡഡ് ബൈ R4, R3 4 ഡിവൈഡഡ് ബൈ 8, ഇതെത്ര, അതും 1/2. Therefore you can say ബ്രിഡ്ജ് എന്താണ്, ബാലൻസ്ഡ് ആണ് അല്ലേ. R1/R2 R3/R4. ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. അത് മനസ്സിലായി. ഇനി അടുത്ത പരിപാടി എന്താ, അടുത്തത് നോക്കുക. ഇനി സിമ്പിൾ പരിപാടി. ഇനി അതിനെ വേഗം ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ഒന്ന് ഇടങ്ങേറായി ചെയ്യേണ്ട ആവശ്യമില്ല. വേണേൽ ഒന്ന് റീഡ്രോ ചെയ്യാം, ഒരാവശ്യമില്ല കേട്ടോ. റീഡ്രോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. യു ക്യാൻ ഈസിലി ഇഗ്നോർ ദ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് നൗ. ഇയാളെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇതെത്ര, ഇത് 2, ഇത് 4, ഇതെത്രയാണ് 4 ആൻഡ് ദിസ് ഈസ് 8. ഇത് സോൾവ് ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്താൽ എത്ര, 6, ഇത് രണ്ടും കൂടെ 6, ഇത് 12. റെഡി അല്ലേ? അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യാം. Therefore R equivalent
ആർ ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു ഇത് മൊത്തം 6 കേട്ടോ, ഇത് മൊത്തം 6 ആണ്, ഇത് മൊത്തം 12 ആണ്. അവ തമ്മിൽ പാരലലാണ്. അപ്പോൾ എന്താ കിട്ടുക? R1R2/R1+R2 അല്ലേ? അപ്പോൾ 6 × 12 ഡിവൈഡഡ് ബൈ 6+12. 6 × 12 എത്ര? 72 ഡിവൈഡഡ് ബൈ ഇത് എത്രയാണ്? 18. 72 എത്ര 18 ഉണ്ട്? 4 Ohm ഈസ് ദ ഫൈനൽ ആൻസർ. ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ? ഓക്കെ. ആ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ നോർമൽ ഫോം അല്ലാത്ത ഒരു ഫോമിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തിയത്. ഇനി ഞാൻ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ വേറൊരു ഫോം കൂടി കാണിക്കാം. ദിസ് ഈസ് ഓൾസോ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഇതും വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലേക്ക് നിങ്ങൾക്ക് ഇതിനെ മാറ്റി വരയ്ക്കാൻ കഴിയും. നോക്കൂ, എയിൽ നിന്ന് ഇതാ R1, ദിസ് ഈസ് എ, ഇവിടെ R1 ആയി. ഇതാ എന്നിട്ട് എവിടെ എത്തി? ബിയിലെത്തി. അതേപോലെ എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു R2 ഇതാ, ഇത് ഡി, ദിസ് ഈസ് R2. ബിക്കും ഡിക്കും ഗാൽവനോമീറ്റർ ഇടയിൽ ഞാൻ വരക്കാതെ തന്നെ നിങ്ങൾക്ക് വരക്കാം. അതേപോലെ ബിയിൽ നിന്ന് സിയിലേക്ക് ഇത് സി, R3. സിക്കും ഡിക്കും ഇടയിൽ R4. എക്കും സിക്കും ഇടയിൽ സെല്ല്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെ ആ ഫോമിലേക്ക് മറ്റൊരു ഫോമും കൂടി കാണിക്കാം. നോക്കൂ, ദിസ് ഈസ് ആൾസോ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഇതും വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. ഇതും വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. കാണിക്കാം. ഈ എക്കും സിക്കും ഇടയിലല്ലേ സെല്ല് കണക്ട് ചെയ്ത്? എക്കും സിക്കും ഇടയിലാണല്ലോ ഇവിടെ സെല്ല് കണക്ട് ചെയ്തത്. അത് തൽക്കാലം നമ്മൾ ഇവിടെ ഡിസ്കണക്ട് ചെയ്ത്, ഇവിടെയും ഡിസ്കണക്ട് ചെയ്ത്, ഇവിടെ ഇങ്ങോട്ട് ഡിസ്കണക്ട് ചെയ്ത്. അപ്പോൾ സെല്ല് ഞാൻ വേറെടുത്ത്. അപ്പോൾ സെല്ലിൻ്റെ കയ്യിൽ വേറെ ഉള്ളു കേട്ടോ, ഇവിടെ കണക്ട് ചെയ്തില്ല. പക്ഷേ ഓർമ്മ ഉണ്ടായാൽ മതി എക്കും സിക്കും ഇടയിലാണ്. എക്കും സിക്കും ഇടയിലാണെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടായാൽ മതി. ഓക്കെ. എന്നിട്ട് നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ? അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാം. ഇവിടെ ദിസ് ഈസ് R4, ദിസ് ഈസ് R3. പിന്നെ ഇവിടെ ഓക്കെ, ഞാൻ ഇവിടെ ബിക്കും ഡിക്കും ഇടയിലാരാ? ഗാൽവനോമീറ്റർ. ഓക്കെ, ദിസ് ഈസ് ഡി, ദിസ് ഈസ് ബി ആൻഡ് ദിസ് ഈസ് സി. ഇനി അപ്പോൾ ഇവിടെ ഈ സെല്ല് വരച്ചിട്ടില്ല. ഓക്കെ. പിന്നുള്ളത് ഈ R1 R2 എന്നല്ലേ, ഈ പാർട്ട് ഞാൻ എന്ത് ചെയ്യുക? ഇതോടെ അല്ലേ, ഇതിനെ ഈ എൻ്റെ ഇവിടെ പിടിച്ചിട്ടുണ്ട്. മെല്ലെ അപ്പുറത്തേക്കാണ് മലർത്തുക. ആ ഗാൽവനോമീറ്ററിൻ്റെ അപ്പുറത്തേക്കാണ് എടുത്തിടുക. അങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ എവിടെ എത്തി? നോക്കൂ, എവിടെ എത്തി? അപ്പോൾ എക്കും വേറെ മാറ്റങ്ങളൊന്നും വരില്ല. എക്കും ബിക്കും ഇടയിൽ ആരാ? ഇതാ എക്കും ബിക്കും ഇടയിൽ R1. എക്കും ഡിക്കും ഇടയിൽ ആരാണ്? എക്കും ഡിക്കും ഇടയിൽ R2. ഈ പോയിന്റ് ആരാ? ഈ പോയിന്റ് എ. ഇവിടെ ആരാ? ഇത് സി. ഇനി എക്കും സിക്കും ഇടയിലല്ലേ നമ്മൾ എടുത്ത വെച്ച ഗാൽവനോമീറ്റർ ഉണ്ടായിരുന്നു. അത് എക്കും സിക്കും ഇടയിൽ തന്നെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യുക. നമുക്ക് again this is വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ വ്യത്യസ്ത ഫോമുകളാണ് എന്ന് മറക്കരുത്. മനസ്സിലായല്ലോ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. ഇഫ് ദ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ് ആണെങ്കിൽ ഓൺ ഇൻ്റർചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ദ ഗാൽവനോമീറ്റർ ആൻഡ് ദ ബാറ്ററി ദർ ഈസ് നോ ഇഫക്റ്റ് ഓൺ ദ ബാലൻസ് ഓഫ് ദ ബ്രിഡ്ജ്. എന്ന് വെച്ചാൽ എന്താ? ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷനിലാകുന്ന സമയത്ത് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ നോക്കൂ, ഇപ്പോൾ ഇവിടെ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെന്ന് കരുതുക. അപ്പോൾ ആ സമയത്ത് ബാലൻസ്ഡ് സ്റ്റേറ്റിൽ നിങ്ങൾ ഈ ഇവിടെയുള്ള ഗാൽവനോമീറ്റർ എടുത്തിട്ട് ഇവിടെയും കണക്ട് ചെയ്ത് ഈ സെല്ല് എടുത്തിട്ട് ഇങ്ങോട്ടും കണക്ട് ചെയ്ത് അങ്ങനെ കണക്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ട് സർക്യൂട്ടിൽ അത് മാറ്റം ഉണ്ടാക്കില്ല. ബാലൻസിങ് കണ്ടീഷൻ അത് എഫക്റ്റ് ചെയ്യൂല എന്നാണ് പറഞ്ഞതിൻ്റെ മീനിങ്. ആ പോയിന്റ് നമുക്ക് പിന്നീട് ആവശ്യം വരാണ്ട്, നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അത് നമ്മളിപ്പോൾ എടുത്ത് പറഞ്ഞത്. കാരണം അടുത്ത് നമ്മൾ പഠിക്കാൻ പോകണം എന്താ അറിയോ? മീറ്റർ ബ്രിഡ്ജാണ്. മീറ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഫോമാണത്. മാത്രമല്ല നമുക്ക് ലാബിൽ ചെയ്യാനുള്ളൊരു എക്സ്പെരിമെൻറ്റും കൂടിയാണ് മീറ്റർ ബ്രിഡ്ജ്. ലാബിൽ ചെയ്യാനുള്ള എക്സ്പെരിമെൻറ്റും കൂടിയാണത്. അപ്പോൾ അതുകൊണ്ട് മീറ്റർ ബ്രിഡ്ജ് നമ്മൾ ചെയ്യും. ആ ചെയ്യുന്ന സമയത്ത് ഇതിന് നമുക്ക് പ്രത്യേകം ഇമ്പോർട്ടൻസ് ഉണ്ട്. മാത്രമല്ല പലതവണ എക്സാമിന് ചോദിച്ചതും ഒരു കാര്യം കൂടിയാണത്.
അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം. ഞങ്ങൾ അതിൻ്റെ വ്യത്യസ്ത സ്ട്രക്ചറും എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ അടുത്തതിലേക്ക് നമ്മൾ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ അറിയിക്കണം. ഇനി നമുക്കൊരു മീറ്റർ ബ്രിഡ്ജും പൊട്ടൻഷ്യോമീറ്ററും മാത്രമേ നമുക്ക് സംസാരിക്കാനുള്ളൂ. താങ്ക് യു.